ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. 5-ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച. ഭഗവാൻ പറഞ്ഞു തുടങ്ങുകയാണ്. അഹോ അമീ ദേവവരാമരാർച്ചിതം പാദാംബുജം തേ സുമനഃ ഫലാർഹണം നമന്ത്യുപാദായ ശിഖാഭിരാത്മനസ്തമോപഹത്यै തരുജന്മയത്കൃതം. അഹോ, അതൊരു ആശ്ചര്യത്തെ കാണിക്കുകയാണ്. ഭഗവാൻ തന്നെ ആശ്ചര്യപ്പെടുകയാണ്. ഇത് വളരെ ആശ്ചര്യമായിരിക്കുന്നു. അമി എന്ന് പറഞ്ഞാൽ ഈ ഇവ എന്നുള്ള അർത്ഥത്തിൽ. ദേവവര അമരാർച്ചിതം, ദേവവര അമരാർച്ചിതം. ദേവവര എന്ന് പറഞ്ഞാൽ അല്ലയോ ദേവശ്രേഷ്ഠ. അമരാർച്ചിതം, അമരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ. അമര അർച്ചിതം, ദേവന്മാരാൽ അർച്ചിക്കപ്പെടുന്ന പൂജ്യമായിട്ടുള്ള പാദാംബുജം, ആ പാദപത്മത്തെ, തേ അങ്ങയുടെ, ആ പാദപത്മത്തെ സുമന ഫലാർഹണം. സുമന എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങൾ. ഫലാർഹണം, ഫലം എന്നാൽ ഫലം തന്നെ, വൃക്ഷങ്ങളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ. അപ്പോൾ പുഷ്പം, ഫലം എന്നിവ കൊണ്ട്, അർഹണം എന്ന് പറഞ്ഞാൽ എന്നിവ കൊണ്ട് അർച്ചിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഉപഹാരത്തെ നൽകുന്നത്. നമന്ത്യുപാദായ, നമന്തി ഉപാദായ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നമന്ത്യുപാദായ. നമന്തി എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നു. ഉപാദായ, അതിനെ വഹിച്ചും കൊണ്ട്, അതിനെ എടുത്തും കൊണ്ട്. ശിഖാഭിരാത്മനസ്തമോപഹത്यै, ശിഖാഭിഃ ആത്മന തമഃ അപഹത്यै, തമോപഹത്यै. ഇവിടെ ശിഖാഭി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശിഖരങ്ങൾ, അതായത് അഗ്രഭാഗങ്ങൾ, അതിൻ്റെ ശാഖകളുടെയും അഗ്രഭാഗങ്ങൾ. ആത്മന, തൻ്റെ. തമോപഹത്यै, തമഹ എന്ന് പറഞ്ഞാൽ അന്ധകാരത്തെ, അറിവില്ലായ്മയെ. ഉപഹത്यै എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുന്നു. തമോപഹത്यै, അതിൻ്റെ ആ ഒരു അറിവില്ലായ്മയെ, അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്നു. തരുജന്മം, തരുജന്മ യത്കൃതം. തരു എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ. തരുജന്മം, വൃക്ഷങ്ങളായി അവതരിച്ചിട്ട് അല്ലെങ്കിൽ ജന്മമെടുത്തിട്ട്. യത്കൃതം, യാതൊന്നാണോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വൃന്ദാവനത്തിൽ വന്നിട്ട് ഭഗവാന് ഭയങ്കര ആശ്ചര്യമായി അവിടെ കണ്ട കാഴ്ചകൾ. നിറയെ വൃക്ഷങ്ങളെ അതിൻ്റെ ശിരസിലേറ്റിക്കൊണ്ട്, അതേസമയം ആ അതിൻ്റെ ശാഖകളുടെ അഗ്രങ്ങൾ അങ്ങനെ ഭൂമിയിൽ തൊട്ട് നമസ്കരിക്കുകയാണോ ഭഗവാനെ എന്ന് തോന്നുന്ന വിധത്തിലാണ് നിൽക്കുന്ന. ഇവിടെ പറയുകയാണ്, ആ വൃക്ഷങ്ങളായി അങ്ങനെ ജന്മം എടുക്കേണ്ടി വന്നത് തന്നെ അറിവില്ലായ്മ കൊണ്ടാണ്, ഭഗവാനെ അറിയാത്തത് കൊണ്ടാണ്. തന്നെയുമല്ല, ആ അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വൃക്ഷലതാദികളൊക്കെയും തങ്ങളുടെ ശിരസിൽ നിറയെ ഫലങ്ങളെ ഏന്തിയപ്പോഴും അത്യന്തം വിനയാൻവിതരായിട്ട് തങ്ങളുടെ ശിഖാഗ്രങ്ങളെ ഭൂമിയിൽ തൊട്ട് നമസ്കരിക്കുകയാണോ ഭഗവാനെ എന്ന് തോന്നുമാറി നിന്നിരുന്നത്. ഈ ഫലങ്ങളെയൊക്കെയും ഭഗവാന് സമർപ്പിക്കുകയാണോ എന്ന് തോന്നുന്നു. പുഷ്പങ്ങളെയൊക്കെയും, തങ്ങളിൽ പൂത്തുകായ്ച്ചു നിൽക്കുന്ന പുഷ്പഫലാദികളെയൊക്കെയും ഭഗവാനായി സമർപ്പിച്ചുകൊണ്ട് ഈ അജ്ഞാന അന്ധകാരത്തിൽ നിന്നും മോചനം നേടുവാൻ
വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് എന്ന് തോന്നും. വൃക്ഷങ്ങൾക്ക് വൃക്ഷജന്മം ലഭിക്കുന്നത് ശരിയായ വിധത്തിൽ ഭഗവാനെ അവിടുത്തെ അറിയാത്തത് കൊണ്ടാണ്, ശരിയായ ജ്ഞാനമില്ലാതെ പോകുന്നത് കൊണ്ടാണ്. എന്നാലാകട്ടെ ആ വൃക്ഷജന്മത്തിലും ഉള്ളിലെ സാത്വിക ഭാവം ഉള്ള ജന്മങ്ങളായതുകൊണ്ട് തന്നെ അവയുടെ ഫലങ്ങളും ഫലമൂലാദികളൊക്കെയും, അത് പുഷ്പങ്ങളായാലും ഏത് വിധത്തിലായാലും, അത് തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അത് പൂക്കുന്നതും കായ്ക്കുന്നതുമൊക്കെ ലോകോപകാരത്തിനായിക്കൊണ്ട് ചെയ്യുന്ന സുകൃതികൾ തന്നെയാണ് വൃക്ഷങ്ങൾ. അപ്പോൾ വിവേകികളൊക്കെ എന്താണോ ചെയ്യുന്നത്, പത്രവും പുഷ്പവും ഫലവും ഒക്കെ സംഭരിച്ച് ഭഗവാന് സമർപ്പിച്ച് ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് നമസ്കാരം ചെയ്യും പോലെ അവരെ അനുകരിക്കുകയാണോ എന്ന് തോന്നും ഈ വൃന്ദാവനത്തിലെ വൃക്ഷങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഈ പുഷ്പഫലങ്ങളാകുന്ന കാഴ്ചദ്രവ്യങ്ങളൊക്കെ ഭഗവാന് സമർപ്പിച്ച് വിനയാൻവിതരായി നിൽക്കുന്ന വൃക്ഷങ്ങളെ കണ്ടിട്ട് ആ കൃഷ്ണനുണ്ണിക്ക് അതിയായ കൗതുകമുണ്ടായി. ഇവിടെ ഭഗവാൻ ആശ്ചര്യമുണ്ടായി എന്ന് പറയുമ്പോൾ ആ ആശ്ചര്യം എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. തൻ്റെ കൂടെയുള്ള കൂട്ടുകാരായ മറ്റു ഗോപബാലന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാവണം ഓരോ ജന്മവും, എന്താണ് ഓരോ ജന്മത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം. വൃക്ഷങ്ങളായിരുന്നിട്ട് പോലും ഭഗവാന്റെ പ്രീതിയുണ്ടെങ്കിൽ അതും വിനയമുള്ളവരായി ജീവിക്കും എന്ന് തന്നെയുമല്ല, ആ വൃക്ഷത്തിൽ നിന്നും പഠിക്കേണ്ട ഒരു പാഠവും കൂടിയാണ് ലോകോപകാരാർത്ഥമുള്ള ജീവിതം. തലയിൽ തങ്ങളുടെ ശിരസിൽ നിറയെ കായ്കനികളും പുഷ്പങ്ങളും ഏന്തുമ്പോഴും തങ്ങൾക്കുള്ളതൊക്കെയും ഭഗവാന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ച് സമർപ്പിക്കുന്നതിനുള്ള ഭഗവത് കൃപ കൊണ്ട് തങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമായിട്ടാണ് അതിനെ കാണുന്നത് എന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്രീ ഭഗവാനുവാച അഹോ അമീ ദേവവരാമരാർച്ചിതം പാദാംബുജം തേ സുമനഃ ഫലാർഹണം നമന്ത്യുപാദായ ശിഖാഭിരാത്മനസ്തമോപഹത്यै തരുജന്മയത്കൃതം. ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദേവവരാമരാർച്ചിതം, ദേവവര അമരാർച്ചിതമാണ്, അകാരം ശ്രദ്ധിക്കുക. അതുപോലെ സുമനഃ, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ നമന്ത്യുപാദായ, നമന്തി ഉപാദായാണ്, അതുകൊണ്ട് തന്നെ നമന്ത്യുപാദായ, ഇന്ത്യു എന്ന അക്ഷരത്തിൻ്റെ ഉകാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ശിഖാഭിരാത്മനസ്തമോപഹത്यै, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അങ്ങനെ ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ശിഖാഭിരാത്മനഃ, അവിടെ വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. എന്നിട്ട് താഴെ തമോപഹത്यै എന്ന, പിന്നെ അവിടെ സ വേണ്ട, സ ജോയിൻ ചെയ്യാനായിട്ട് വരുന്നതാണ്. ഇനി അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. ഏതേളിനസ്തവയശോഖിലലോകതീർത്ഥം ഗായന്താദിപുരുഷാനുപദം ഭജന്തെ പ്രായോ അമീ മുനിഗണാ ഭവദീയമുഖ്യ ഗൂഢം വനേപി ന ജഹത്യനഘാത്മദൈവം. ഏതേളിനസ്തവ, ഏതേ അളിനഃ തവ, ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. ഏതേ എന്ന് പറഞ്ഞാൽ ഈ, അളിനഃ, അളി എന്നാൽ വണ്ട്. ഈ വണ്ടുകൾ നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ ധാരാളം പൂമ്പാറ്റയും പക്ഷികളും ഒക്കെ അങ്ങനെ ആനന്ദമായി ചേർന്നുല്ലസിച്ച് ജീവിച്ചിരുന്ന ഒരു നാടാണ് വൃന്ദാവനം. അപ്പോൾ പറയുകയാണ്, ഈ വണ്ടുകൾ തവ, അങ്ങയുടെ
യശോഖില ലോകതീർത്ഥം. യശഃ അഖില ലോകതീർത്ഥം. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യശോഖില ലോകതീർത്ഥം. യശഃ എന്ന് പറഞ്ഞാൽ കീർത്തിയെ. ഈ വണ്ടുകൾ അങ്ങയുടെ കീർത്തിയെ, ഭഗവാന് നമുക്ക് കൃഷ്ണനുണ്ണി ഇവിടെ ഭഗവാനോടായിട്ട് ആദിപുരുഷനായിട്ടുള്ള ആ ഭഗവാനെക്കുറിച്ച് പറയുന്നതായിട്ടാണ് പറയുന്നത്. എന്നാലോ തൻ്റെ കൂടെയുള്ള ഈ അറിവില്ലാത്ത പൈതങ്ങൾക്ക് ഭഗവാന്റെ മഹത്വം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ വിനിയോഗിച്ചത്. നോക്കൂ, ചെറുതിലേ വേണം, കുട്ടികളൊക്കെ ചെറുതായിരിക്കുമ്പോഴേ ഈ ഭഗവത് വിചാരം, ആ ചിന്ത ഉള്ളിലുണ്ടായാൽ മാത്രമേ ആ ബീജം, ആ വിത്ത് അപ്പോഴേ ഉള്ളിൽ ഇട്ടു കൊടുക്കണം. അത് താനേ മുളച്ചോളും. അതിനനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ചിലപ്പോൾ പാടേ നിഷേധിച്ചു എന്ന് വരാം. എന്ത് ദൈവം, ഇങ്ങനെയൊക്കെ ചോദിച്ചു എന്ന് വരാം. ആ ചോദ്യത്തിനെ ഒന്നും എതിർത്ത് തോൽപ്പിക്കുവാൻ നിൽക്കണ്ട. കാരണം എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിയില്ല. അവരെപ്പോഴും യുക്തിപരമായി മാത്രം ചിന്തിക്കുന്നവരാണ്. ആ യുക്തി കൊണ്ടാകട്ടെ ഭക്തിയെ അല്ലെങ്കിൽ ഈശ്വര വിചാരത്തെ അളക്കുവാനും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ എതിർത്ത് തോൽപ്പിക്കുവാൻ നിൽക്കണ്ട മക്കളുടെ മുൻപിൽ. പകരം പറഞ്ഞു കൊടുക്കുക. ഒന്നോ രണ്ടോ തവണ ആ വിത്ത് ഇട്ടുകൊടുത്താൽ മതി. അതിനനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ അത് താനേ മുളച്ചോളും. ഭഗവാനോട് അപേക്ഷിക്കുക, ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ ഭക്തി ഉളവാക്കി തരണമേ ഇന്നത്തെ കാലത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്ന് നമുക്ക് ഭഗവാനോട് അപേക്ഷിക്കാം. ഉറപ്പാണ് അതിനനുകൂലമായ ഒരു സാഹചര്യം ഭഗവാൻ അവരുടെ മുൻപിൽ വെച്ചു കൊടുക്കും. അവരെ എന്നിട്ട് ഭഗവാൻ തന്നോട് ചേർത്ത് നിർത്തുകയും ചെയ്യും. അവരുടെ ഉള്ളിൽ ആ ഒരു ഈശ്വര വിചാരം ദൃഢമായി വരികയും ചെയ്യും. ഇവിടെ അതാണ് ഭഗവാൻ ആ നല്ല ചെറിയ പ്രായത്തിൽ, നമ്മൾ പറഞ്ഞു പൗഗണ്ഡ വയസ്സിലാണ് പോയിരുന്നത്, അതായത് ഒരു 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ. അപ്പോഴേ ഈ കുട്ടികളുടെ ഉള്ളിൽ, കൂടെ വരുന്ന ഗോപബാലന്മാരുടെ ഉള്ളിൽ ആ ഒരു ഈശ്വര വിചാരം, എന്താണ് ഈശ്വര തത്വമെന്ന് നന്നായി പറഞ്ഞു കൊടുക്കുകയാണ്, ഊട്ടി ഉറപ്പിക്കുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പറയുകയാണ്, അല്ലയോ കൂട്ടുകാരെ, ഈ വണ്ടുകൾ ഭഗവാന്റെ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കീർത്തിയെ അഖില ലോകതീർത്ഥം, അഖില ലോകം, സകല ലോകത്തിൻ്റെയും എല്ലാ ജീവരാശികളുടെയും തീർത്ഥം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കുന്നതാണ് അങ്ങയുടെ ഈ കീർത്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അങ്ങയുടെ കീർത്തിയെ ഗായന്ത, പാടുന്നവയായിട്ട്. അപ്പോൾ ഈ വണ്ടുകളൊക്കെ മൂളിക്കൊണ്ട് നടക്കുന്നത് എന്താണ്? ഭഗവാനെ അങ്ങയുടെ കീർത്തി തന്നെയാണ്. കാരണം എന്തേ? അങ്ങയുടെ കീർത്തി സർവപ്രാണികളെയും പരിശുദ്ധമാക്കുന്നതാണ്. തന്നെയുമല്ല, അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമേ ഒരു വൃക്ഷത്തിൽ പൂക്കളോ കായ്കളോ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അനുഗ്രഹീതമായ വൃക്ഷങ്ങൾ, ആ അനുഗ്രഹീത വൃക്ഷങ്ങളെ നോക്കിയിട്ടാണ് പറയുന്നത്. അവരുടെ ആ ഒരു ഈശ്വരാനുഗ്രഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്. അതുകൊണ്ട് അപ്പോൾ ആ പൂക്കളും ഫലങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടെ വണ്ടുകൾക്കും തേനീച്ചകൾക്കുമൊക്കെ നല്ല കാലം പിറന്നു. അതുകൊണ്ട് പറയുകയാണ്, ഈ വണ്ടുകളൊക്കെ പാടി നടക്കുന്നത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ആ ഭഗവാന്റെ കീർത്തിയെയാണ്. ലോകത്തെ മുഴുവൻ തന്നെയും പരിശുദ്ധമാക്കുന്ന അങ്ങയുടെ ഭഗവാന്റെ കീർത്തിയെയാണ് ഈ വണ്ടുകൾ പാടുന്നത്. ആദിപുരുഷാനുപാദം, ആദിപുരുഷ, ഇവിടെ ആദിപുരുഷ അനുപദം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ആദിപുരുഷാനുപദം. ആദിപുരുഷ എന്ന് പറഞ്ഞാൽ ആദിപുരുഷനായിട്ടുള്ളവനെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്കും മുൻപേയുള്ളവനെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് കാരണക്കാരനായവനെ, ലോകം ആരിൽ നിന്നുണ്ടായോ അങ്ങനെയുള്ള ആ ഭഗവാനെ. അനുപദം, ഓരോ പദത്തിലും ഓരോ പദം തോറും ഭജന്തേ, ഭജിക്കുന്നു. അപ്പോൾ ഈ വണ്ടുകൾ പാടിക്കൊണ്ട് നടക്കുന്നത് അങ്ങയുടെ കീർത്തിയാണ്. അവരുടെ ഓരോ പദവും അങ്ങയെ ഭജിക്കുന്നതാണ്. അവർ മൂളുന്ന ഓരോ പദവും അതല്ലാതെ അവരൊന്നും പറയുന്നില്ല എന്നർത്ഥം. അവരുടെ ഓരോ കർമ്മവും അവർ ഭഗവാനെ സ്തുതിക്കുകയാണ്.
അവരുടെ ഓരോ വാക്കും അത് ഭഗവാനെ അവിടുത്തെ ഭജിക്കുകയാണ്. പിന്നെയോ പ്രായോ അമി മുനിഗണ, പ്രായേണ അമി, അതായത് ഇവ അല്ലെങ്കിൽ ഈ എന്നുള്ള അർത്ഥം. പ്രായോ അമി മുനിഗണ എന്ന് പറഞ്ഞാൽ മുനിസംഘങ്ങളാകുന്നു. ഭവതീയ മുഖ്യ, അങ്ങയുടെ സംബന്ധികളിൽ ഏറ്റവും മുഖ്യന്മാരായ ശ്രേഷ്ഠന്മാരായിട്ടുള്ള, അങ്ങയുടെ സേവകന്മാരിൽ ഏറ്റവും മുഖ്യരായിട്ടുള്ള ഗൂഢം വനേപി ന ജഹത്യനഘാത്മദൈവം, ഗൂഢരൂപനായിരിക്കുന്ന, അതായത് പ്രത്യക്ഷത്തിൽ കാണില്ല പക്ഷേ ഗൂഢരൂപത്തിൽ എല്ലാത്തിലും കുടിയിരിക്കുന്നതായിട്ടുള്ള വനേപി, വനേ അപിയാണ് വനേപി, കാട്ടിലും ജഹത്യനഘാത്മദൈവം, ന ഇല്ല, ജഹത്യനഘാത്മദൈവം, ജഹതി അനഘ ആത്മദൈവം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ജഹത്യനഘാത്മദൈവം. ജഹതി എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, ന ജഹതി എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുന്നില്ല. അനഘ അല്ലയോ പരിശുദ്ധ സ്വരൂപമായിട്ടുള്ളവനെ, അവിടുന്ന് ഗൂഢരൂപമായിരിക്കുന്ന ആത്മദൈവം, ആത്മദൈവത്തെ, അതായത് നമ്മുടെയൊക്കെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ജീവാത്മസ്വരൂപത്തെ അത് കാട്ടിലാണെങ്കിലും ന ജഹതി ഉപേക്ഷിക്കുന്നില്ല. അപ്പോൾ ഇവിടെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാൻ ആദ്യം ആദിപുരുഷനായിട്ടുള്ള ഭഗവാനെയാണ് കാണിച്ചു കൊടുത്തതെങ്കിൽ ഇപ്പോൾ ആ ആദിപുരുഷൻ്റെ അംശമായി ജീവസ്വരൂപമായിരിക്കുന്ന സകല പ്രാണികളെയുമാണ് ഭഗവാൻ കാണിച്ചു തരുന്നത്. അതായത് അവയെ ഒന്നും കാട്ടിലാണെങ്കിലും ഉപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എവിടെയാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഭഗവാൻ തൻ്റെ സൃഷ്ടികളായിട്ടുള്ള ഒരു പ്രാണിയെയും കൈവിടുന്നില്ല. ഇവിടെ ആദ്യം അതുകൊണ്ട് ഭഗവാൻ പ്രകീർത്തിച്ചത് വണ്ടുകളെയാണ്. നമ്മളൊക്കെ നിസ്സാരമെന്ന് കരുതുന്ന ചെടികളിൽ നിന്ന് ചെടികളിലേക്ക് പാറിപ്പറന്ന് നടക്കുന്ന വണ്ടുകളെയാണ് ഭഗവാൻ ആദ്യം പ്രകീർത്തിച്ചത്. കാരണം അത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ഝങ്കാരനാദം മുഴക്കി അല്ലെങ്കിൽ മുരണ്ടുകൊണ്ട് അങ്ങനെ നടക്കുന്ന ഒരു പ്രാണി, ഇവിടെ ഭഗവാൻ പറയുന്നു അത് അങ്ങനെ വെറും ഒരു പ്രാണിയല്ല, അത് ഭഗവാനെ അവിടുത്തെ പരിശുദ്ധമായ യശസ്സിനെ കുറിച്ചാണ് അത് പാടിക്കൊണ്ടിരിക്കുന്നത്. അവയുടെ ആ ചുണ്ടുകളിൽ നിന്നും പൊഴിയുന്ന ഓരോ വാക്കും അവിടുത്തെ ഭജിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ലോകത്തിനെല്ലാം കാരണക്കാരനായിട്ടുള്ളത് അല്ലയോ ഭഗവാനെ അവിടുന്നാണല്ലോ. വണ്ടുകളായി ജനിക്കേണ്ടി വന്നത് ഒരു പക്ഷേ ആ ജീവാംശത്തിൻ്റെ കർമ്മപ്രാരബ്ധം കൊണ്ടാവാം. അങ്ങനെ ജനിച്ച ഈ വണ്ടുകൾ പോലും ഭഗവാനെ അവിടുത്തെ മാഹാത്മ്യത്തെ മറക്കുന്നില്ല, സ്തുതിക്കുന്നു, ഭജിക്കുന്നു. അങ്ങനെയുള്ള വണ്ടുകളെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ്, ചിലപ്പോൾ ഈ വണ്ടുകൾ ഭഗവാനെ അങ്ങയുടെ സേവകന്മാരായിട്ടുള്ള മുനിവര്യന്മാരുടെ ജന്മം തന്നെ ആവാം ചിലപ്പോൾ ഇത്. അല്ലയോ ഭഗവാനെ, കാട്ടിൽ അവരൊക്കെ അങ്ങനെ വൃക്ഷങ്ങളായും ലതകളായും മണ്ടുകളായും പൂമ്പാറ്റകളായും ഒക്കെ വിഹരിക്കുമ്പോഴും അവരുടെ ജന്മത്തെ അവർ പഴിക്കുന്നില്ല. അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെയോ സങ്കടങ്ങളെയോ പഴിക്കുന്നില്ല. പകരം അവരുടെ ചുറ്റിനുമുള്ള ഓരോ നന്മയെയും ആ നന്മയ്ക്കുള്ളിലൂടെ
ആ നന്മയുടെ കണ്ണുകളിലൂടെ ഭഗവാനെ അവിടുത്തെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടുകൾ ഓരോ നിമിഷവും മൂളിക്കൊണ്ട് നടക്കുന്നു അവിടുത്തെ മഹത്വം, അവിടുത്തെ മഹാത്മ്യം, അവിടുത്തെ ലീലകൾ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏതേളിനസ്തവ യശോഖിലലോകതീർത്ഥം ഗായന്ത ആദിപുരുഷാനുപദം ഭജന്തെ പ്രായോ അമീ മുനിഗണാ ഭവദീയ മുഖ്യ ഗൂഢം വനേപി ന ജഹത്യനഘാത്മദൈവം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഏതേളിന, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് തന്നെ എകാരം നീട്ടിയെടുക്കുക. അതുപോലെ യശോഖില, ഒകാരം നീട്ടിയെടുക്കുക അവിടെ. പിന്നെ ആദിപുരുഷാനുപദം, പുരുഷ അനുപദമാണ്, ആദിപുരുഷ അനുപദം, അവിടെ അകാരം ശ്രദ്ധിക്കുക. അതേപോലെ വനേപി, വിശ്ലേഷണമുണ്ട്, എകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്ത ജഹത്യനഘാത്മദൈവം, ജഹതി അനഘാണ്, ജഹത്യനഘ, അവിടെ ത്യ എന്ന അക്ഷരത്തിൻ്റെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ ആത്മദൈവം, അനഘാത്മദൈവം, അകാരം നീട്ടിയെടുക്കുക. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.